നമസ്കാരം, ഞാൻ രമേശ്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം 30 രൂപക്ക് ഓടിയ എനിക്ക് 30 രൂപയുടെ ഓട്ടം ഓടിയ എനിക്ക് കിട്ടിയത് 500 രൂപയുടെ ഒരു വ്യക്തി ഒരു ദിവസം. കാണിച്ചെന്നിട്ടാണ് കേട്ടാ. 30 രൂപക്ക് ഓടി എനിക്ക് കിട്ടിയത് 500 രൂപയുടെ വ്യക്തി. അപ്പോൾ സന്തോഷമല്ലേ? വളരെ സന്തോഷമുണ്ട്. അതുപോലെ അടുത്തത് തീർന്നില്ല. അപ്പോൾ രണ്ടാമതാ. അപ്പോൾ അടുത്ത വ്യക്തി. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മുടെ പോസ്റ്റിൽ നമ്മുടെ എത്തി വന്നു, ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സന്തോഷം, ഞാൻ എന്തെങ്കിലും മേടിച്ചു. നോക്കുമ്പോൾ 2 പെറ്റി 60 രൂപയിലെ ഓട്ടത്തിന് 1000 രൂപ. എന്താ പറയുക, ഈ നമ്മുടെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാത്ത ഗവൺമെൻറ് ആയിപ്പോയല്ലോ. കാരണം ഇതിന് പറയാനുള്ളൊരു കാരണം എന്താ പറഞ്ഞാൽ, അതായത് 10, 25, 30, അതായത് ഒരു ഒറ്റ പ്രാവശ്യം തിക്ക് നിറച്ച് ആളെ കൊണ്ടുവന്നൊരു ബസ്സിൽ ഒരാൾക്കും സീറ്റ് ബെൽറ്റില്ല. അതായത് ഡ്രൈവർക്ക് പോലും സീറ്റ് ബെൽറ്റില്ല. ഈ രണ്ടാളെ കൊണ്ടുവന്ന് 30 രൂപ കൊടുക്കുന്ന ഒരു ഓട്ടോ ടാക്സി സീറ്റ് ബെൽറ്റ് ഇടാതെ വന്നു കൊടുത്താൽ, ഇത് ഒന്നല്ല, ഇതിന് മുമ്പേ 2 പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 2 പ്രാവശ്യം എനിക്ക് വന്നായിരുന്നു. 1000 രൂപ ഞാൻ പെറ്റി അടച്ചു. ഇത് രണ്ടാമത് ഒരിക്കലല്ല, 2 എന്താ 2 പെറ്റികളാണ് എനിക്ക് വന്നിട്ടുള്ളത്. 1000 രൂപ. ഞാൻ ഏകദേശം ഈ പറയുന്ന കാലയളവിൽ ശരിക്കും ഓടി ഞാൻ കൂട്ടി നോക്കുമ്പോൾ ഒരു 1500 രൂപയുടെ ഓട്ടോ കൊടുത്തി അതിൽ 800 രൂപയുടെ ഡീസൽ കൊടുത്തിട്ട് ബാക്കി പൈസ മാത്രമാണ് ഞാൻ എനിക്ക് കിട്ടിയത്. 300 രൂപ എനിക്ക് കിട്ടി. ഈ 300 രൂപയിൽ ഞാൻ 1000 രൂപ 700 കൂട്ടിക്കും പെറ്റി അടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇങ്ങനെയുള്ള ഇതെല്ലൊരു അഴിമതി എന്ന് പറയാം. കാരണം തിക്കി നിറച്ച് പോകുന്ന ബസ്സിലുള്ള ഡ്രൈവർമാർക്ക് പോലും ആർക്കും സീറ്റ് വെക്കുന്നു. ഈ അന്നത്തിന് വേണ്ടി എറിഞ്ഞ് ജീവിക്കുന്ന സാധാരണക്കാർ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കായി പോയതോ ഇങ്ങനെയുള്ള പെറ്റി. അപ്പോൾ നമ്മുടെ രാജ്യം കൊണ്ട് നമ്മൾ ചോദിക്കണ്ടേ? കാരണം നമ്മൾ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം ഈ ഓട്ടോ ടാക്സിയിൽ എടുക്കുന്നവരെ ഒഴിവാക്കേണ്ടതാണ്. അതായത് ദാരിദ്ര്യത്തിലേക്ക് ഏറ്റവും താഴെ തന്നെയാണ്. വേറെ തൊഴിലില്ലാതുകൊണ്ടാണ് നീ ഇപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവരാ ഈ പെറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പെറ്റടി. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വലിയെന്നോ ചെറുതൊന്നും ഇല്ലെന്ന് ആർക്കും. നിങ്ങൾ ബസ്സുകാർക്ക് ചെയ്യുന്നില്ലല്ലോ. ഈ ഓട്ടോക്കാരെ മാത്രമേ നിങ്ങൾ കയറുന്നുള്ളൂ. അപകടങ്ങളും മറ്റുള്ള കാര്യങ്ങളും വരുമ്പം ഓട്ടോക്കാർ വേണം. സാധാരണക്കാരന് ഓട്ടോക്കാർ വേണം. സാധാരണക്കാരൻ ലക്ഷറി ലക്ഷറി കാറാണ് ഓട്ടോ. സാധാരണക്കാരനെ സേവിക്കുന്ന ഈ ഓട്ടോക്കാർക്ക് ഈ അവസാന പെറ്റി ഒഴിവായിക്കൂടെ? ഇതിനെ കൊണ്ട് നിങ്ങൾ നന്നാവില്ല. നിങ്ങൾ ഇതിനെ കൊണ്ട് മുടിഞ്ഞു പോകും.